അതിവിടെ സ്ഥിരപ്പെടുത്തുകയാണ് സയ്യിദ് യഹ്യൽ ബുഖാരി തങ്ങൾ. മശായിഖിന്റെ ഹദറത്തിനെ കുറിച്ച് ആദ്യം ഒന്ന് പഠിക്കി. വന്നെന്താ നിങ്ങൾ അങ്ങോട്ട് ഒലിച്ചു പോവാണ്. അതാ CH മുസ്തഫ മൗലവി വന്നിരിക്കുന്നു. നിങ്ങളാരും ഞങ്ങളെ ശരീഅത്ത് പഠിപ്പിക്കണ്ട, നിങ്ങളാരും ഞങ്ങൾക്ക് നിയമവും പഠിപ്പിക്കണ്ട. ഞങ്ങൾക്ക് നിയമം പഠിപ്പിക്കാൻ ഞങ്ങളുടെ മശായിഖുണ്ട്. ഓനെ നിയമം പഠിപ്പിക്കണം അല്ലേ? പക്ഷെ വേറൊരു കാര്യം എന്നോട് പറയണം. എന്താ ഇജ്ജ് കണ്ടോലെ മുഴുവൻ നിയമം പഠിപ്പിക്കണ്ടല്ലോ അല്ലേ? ഇജ്ജ് വേദി കെട്ടി നടക്കണ തന്നെ AP വിഭാഗത്തെ നിയമം പഠിപ്പിക്കാനല്ലേ? അപ്പോ അണുക്ക പരിപാടി നിർത്തിച്ചൂടെ? അപ്പോ എന്നോട് പറയണം എന്താ ഈ ഉത്തരം മുട്ടുമ്പോ ഈ കൊഞ്ചനെ കുത്തുന്ന ഏർപ്പാടുണ്ടല്ലോ, അത് ജാതി നിർത്തിയേക്ക്. നിങ്ങളെ സമസ്തന്റെ പ്രമേയം അനുസരിച്ചല്ലോ ഞങ്ങൾ നടത്തും. അല്ലല്ലോ, അതുകൊണ്ടാണ് പിടിച്ച് പ്രമേയം ഉണ്ടാക്കിയിട്ട് അതിൽ നടക്കുന്നല്ലോ ഞങ്ങൾ. മശായിഖിന്റെ ഹദറത്തിനെ കുറിച്ച് ആദ്യം പഠിക്ക്. എന്താ മശായിഖിന്റെ ഹദറത്തിനെ കുറിച്ച് പഠിക്കാനുള്ളത്? ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഇതല്ലേ അവിടുന്ന് പഠിക്കാനുള്ളത്? അല്ലാഹു റളിയല്ലാഹു റളിയല്ലാഹു ഐനിന്നൂരി റളിയല്ലാഹു റളിയല്ലാഹു മൗലാന യാ മൗലാന മൗലാന യാ മൗലാന മൗലാന യാ മൗലാന ശൈഖി ഗുരുവത്തോർ വലിയുള്ള ശൈഖി ഗുരുവത്തോർ വലിയുള്ള ഒന്നൊന്നര ചാട്ടാണ്. അല്ലാഹു നാലെ അല്ലാഹു സഹീദ് അല്ലാഹു ഹാലെ അല്ലാഹു നാലെ അല്ലാഹു സഹീദ് അല്ലാഹു. അപ്പോ ഈ ഗുരുവത്തൂര് എന്ന് വിളിക്കുന്നത് ആരേന്? സ്വന്തം നേതാവിനെ. അതാ ചാടന നടക്ക് നിൽക്കണേ ആ ചെങ്ങയ്യതാ ഓൻ തന്നെയാണ് ഈ ഗുരുവത്തൂര് റളിയല്ലാഹു. ഓനെ തന്നെ വിളിച്ചിട്ട് ഓലെന്നെ ചാടുക മൊത്തത്തില്. അപ്പൊ അങ്ങനെ വിളിക്കാനൊക്കെ എന്താ കാരണം എന്നുള്ളതിലേക്കൊക്കെ ഞാൻ വരാം. കാരണം ഈ അണികളുണ്ടല്ലോ, ഇവരെ മൊത്തം കഴുതകൾ എന്ന രൂപത്തിലാണ് ഈ നേതാവ് കാണുന്നത്. ഈ നേതാവ് പറയുന്നതൊക്കെ ഈ നൗഷാദ് അടക്കം അവിടെ കൂടിയ മുഴുവൻ കഴുതകളും അനുസരിക്കും. അതാണ്, അതിലേക്ക് ഞാൻ വരും. അതിനു മുമ്പ് നൗഷാദ് കുറച്ചുകൂടി പറയട്ടെ. മശായിഖിന്റെ ഹദറത്ത് എന്ന് പറയുന്നത് എല്ലാവർക്കും വരാൻ പറ്റിയ സ്ഥലം. പ്രത്യേകിച്ച് സയ്യിദ് യഹ്യൽ ബുഖാരി തങ്ങൾ. നമ്മൾ അവിടെ നില ഷാദുലിക്ക് വന്നതാ. ഷാദുലിക്ക് അവിടെ വരുന്നു, അവിടുത്തെ മജ്‌ലിസിൽ വരുന്നു, എല്ലാരും വരും. ഹൈന്ദവ മതക്കാർ വരും, ക്രിസ്തു മതത്തിൽ വിശ്വസിക്കുന്നവർ വരും, പലരും വരും. തങ്ങളെ വിശ്വാസമുള്ളവരൊക്കെ തങ്ങളെ വിശ്വാസമുള്ളവർ വന്ന് തൗബ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ഏത്? സയ്യിദ് യഹ്യൽ ബുഖാരി തങ്ങളുടെ സ്ഥലം. ശരി, അപ്പൊ തൗബ ചെയ്യാൻ പറ്റിയ സ്ഥലമാണത് അല്ലെ? അപ്പോ ഈ CH മുസ്തഫ മൗലവി എന്ന് പറയുന്ന ആള് തൗബ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എവിടെ എത്തിയത്? ഇവരെ ഈ മടവൂർ കോട്ടയിൽ എത്തിയത് എന്നാണ് പിന്നെ നൗഷാദ് പറഞ്ഞു വരുന്നത്. ബാക്കിയും കൂടി പറയും. മനസ്സിലായില്ല? തങ്ങളോട് ഒരാൾ വിളിച്ചു ചോദിക്കുകയാണോ? തങ്ങളോട് നേരിട്ട് ചോദിക്കില്ല, തങ്ങൾ അടുപ്പുള്ള ഒരാളോട്. എനിക്ക് തങ്ങൾ അവരുടെ ഒന്ന് കാണണം. സയ്യിദ് യഹ്യൽ ബുഖാരി ആത്മീയമായി ഇന്ന് കേരളത്തിൽ നേതൃത്വം നൽകുന്ന വലിയൊരു സയ്യിദാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് സയ്യിദ് അവരുടെ ഒന്ന് കാണണം, അവരെ കൈയൊന്ന് പിടിക്കണം എന്ന് ഒരാൾ ആവശ്യപ്പെട്ടാൽ തീർച്ചയായും അത് നിരാകരിക്കുന്ന ആളല്ല ആര്? ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ. നിങ്ങൾക്കും പരീക്ഷിച്ചോക്കാം. അപ്പൊ സാക്ഷാൽ പേരോട് തന്നെ എടുക്കുക. അപ്പൊ കേട്ടില്ലേ പറയുന്നത്? ഇനിയിപ്പോ പേരോട് കേട്ടോ. പേരോടാളപ്പോ ഇയാളെക്കാട്ടും പേച്ചോ അയാള്, തർക്കൊന്നുമില്ല. മുസ്തഫ ആയാലും ഒക്കെ മൂപ്പര് ഇന്നലെ പ്രസംഗിച്ചത് നിങ്ങൾ കേട്ടില്ലേ? അടിസ്ഥാനം മശായിഖാണ്. അപ്പൊ ഈ പെച്ചുപോയ മുസ്തഫയും അടിസ്ഥാനം മശായിഖാണെന്ന് അത്ര പറയുന്നത്. പെച്ചുപോയ മുസ്തഫ എന്നിപ്പം പറഞ്ഞിട്ടപ്പോ അപ്പോ ആ ചെങ്ങയ്യലെ പറ്റി തൗബ ചെയ്തു എന്ന് പറഞ്ഞത്. എന്നിട്ടും അയാളെ പെച്ചോനാക്കണമെങ്കിൽ വല്ലാത്ത മതി അല്ലെ? അയാൾ കേക്കണ്ട, അനക്ക് പാലും വള്ളത്ത് പണിയായിരുന്നു പറഞ്ഞ മാതിരി തീരും അയാൾ. അയാൾ വന്നിട്ട് അനക്ക് മറുപടി പറഞ്ഞാൽ നോക്കിക്കോ. മശായിഖ് പറഞ്ഞിടത്ത് നിൽക്കണം. അത് ഉസ്താദുമാരല്ല, നമുക്കൊരു ആത്മീയ ഗുരു വേണം. ഇതല്ലേ നിലപാടെ പ്രസംഗിച്ചേ. ഈ വാദത്തിൽ പോലും എത്തിയിട്ടില്ല പേരോടും ഹക്കീമൊന്നും. അപ്പൊ ഞങ്ങൾ ഒരു തെളിവും കൂടിയായി. നമ്മളിവിടെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഇന്നത്തെ ചരിത്രത്തിൽ ഏറ്റവും പേച്ചവരാണ് നിങ്ങൾ എന്നുള്ളതാണ്. അതിന്റെ ഒരു സാക്ഷ്യപത്രമാണ് ഇന്നലെ നടന്ന സംഭവങ്ങൾ. എന്ത് പിഴച്ചതാണെന്നുള്ളതും പിഴച്ചതാന്നുള്ളതിന്റെ ഏറ്റവും വലിയ സാക്ഷ്യപത്രം അത്രേ ഇന്നലെ നടന്ന സംഭവങ്ങൾ. അപ്പൊ ഇന്നലെ അദ്ദേഹം എന്താ പ്രസംഗിച്ചതെന്ന് നമുക്കൊന്ന് കേട്ടു. ഏറ്റവും വലിയ സുഹൃതം എന്ന് പറയുന്നത് ഒരു ഗുരു ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ കേരളത്തിലൊക്കെ ഒരു 10-70 വർഷങ്ങൾക്ക് മുമ്പ് വരെ ഗുരു ഇല്ലാത്ത ഒരു മുസ്ലിമിനെയും കാണുക സാധ്യമായിരുന്നില്ല. മുസ്ലിം എന്ന് മാത്രമല്ല, കേരളത്തിലുള്ള ഓരോ മനുഷ്യനും ഗുരു ഉണ്ടായിരുന്നു. കേരളത്തിലേക്ക് വന്ന ചില ചിന്താധാരകളാണ് നമ്മളെ ഗുരുക്കന്മാരിൽ നിന്ന് പറ്റുകയും എന്നിട്ട് നമുക്ക് നമ്മൾ തന്നെ മതി എന്നുള്ള പിശാചിൻ്റെ ഒരു ചിന്താഗതിയിലേക്ക് നമ്മളെ എത്തിക്കുകയും ചെയ്തത്. യഥാർത്ഥത്തിൽ ഗുരുവില്ലാതെ അള്ളാഹു പോലും ലഭ്യമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ ഇതാണ് അദ്ദേഹം പറഞ്ഞത്, അള്ളാഹുവിലേക്ക് വരെ എത്താൻ ഗുരു വേണമെന്ന് അല്ലെ? അപ്പൊ ഇതാണ് അദ്ദേഹം പറഞ്ഞൊരു വിഷയം. ഇനി അദ്ദേഹം ആരാണെന്നുള്ളത് കൂടെ ഞാനൊന്ന് ഈ ഇടയ്ക്ക് വെച്ചൊന്ന് കാണിക്കട്ടോ. അദ്ദേഹം ആരാണെന്നുള്ളത്. അദ്ദേഹം ഒരു നിക്കാഹ് നടത്തി കൊടുക്കുന്നുണ്ട്. അതിന്റെ ചെറിയൊരു ഭാഗം ഞാനൊന്ന് കാണിച്ചു തരാം.
അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരുപക്ഷേ ഇവിടെ ഇരിക്കുന്ന പലർക്കും ഇതൊരു പുതിയ അനുഭവമായിരിക്കും. ഇത് ഇസ്ലാം അനുവദിച്ചതാണ്, മുഹമ്മദ് നബി അനുവദിച്ചതാണ്, അവരുടെയൊക്കെ ജീവിതത്തിൽ പലവരും നാം കണ്ടതും ആണ്. ഇതൊക്കെ നാം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. മതം നമുക്ക് ബന്ധങ്ങൾക്ക് തടസ്സമായിക്കൂടാ. ഇന്നു മുതൽ അലിയുടെ പിതാവിൻ്റെ പേര് മുഹമ്മദ് ഇസ്ഹാഖ് എന്നതോടൊപ്പം വത്സലൻ എന്നുകൂടിയാണ്. ആര്യയുടെ പിതാവിൻ്റെ പേര് വത്സലൻ എന്നതോടൊപ്പം മുഹമ്മദ് ഇസ്ഹാഖ് എന്നുകൂടിയാണ്. അലിക്ക് ഉമ്മ എന്ന് വിളിക്കാൻ ഇന്നു മുതൽ രേഖയുണ്ട്. അതുപോലെ അമ്മ എന്ന് വിളിക്കാൻ ആര്യക്ക് ഇന്നു മുതൽ ഷാഹിദയുണ്ട്. ഇവിടെ അലി എന്നും അതുപോലെ തന്നെ ആര്യ എന്നും പേരുള്ള ഒരു ഹിന്ദുവും അതുപോലെ തന്നെ ഒരു മുസ്ലിമുമായിട്ടുള്ള 2 പേരാണ്. അവരുടെ വിവാഹം നടത്തി കൊടുക്കുകയാണ് ആര്? ഈ CH മുസ്തഫ മൗലവി എന്ന് പറയുന്ന ആള്. അദ്ദേഹം എന്നിട്ട് ഈ കുടുംബങ്ങളെ മുന്നിലെത്തിക്കുകയാണ്, ഈ 2 പേരും കുടുംബങ്ങളെ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നത് തന്നെ നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോകണം അല്ലെ. അപ്പോ ഇതിനൊക്കെ തെളിവ് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. നോക്കൂ നിങ്ങൾ. അപ്പൊ ഇതിനൊക്കെ ഇസ്ലാമികപരമായിട്ട് തെളിവുണ്ട്. മുഹമ്മദ് നബി ചെയ്തത് തന്നെ നമ്മൾ കണ്ടതാണ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നത്. നോക്കി നിങ്ങൾ, ഇത് പാവപ്പെട്ട ഏതൊരാളും ഇതിൽ തെറ്റിദ്ധരിച്ചു പോകും. നോക്കൂ, എത്ര അപകടം നിറഞ്ഞ കാര്യമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് നൗഷാദിന്റെ പ്രസംഗം നമ്മൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കണ്ടല്ലോ, അതും കൂടെ കുറച്ചുകൂടെ ഒന്ന് കേട്ടോക്കാം. മശായിഖിന്റെ ഹദ്റത്ത് എന്ന് പറഞ്ഞാൽ അവരെ കൈപിടിക്കാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ വരാനുള്ള സ്ഥലമാണ്. പക്ഷെ എങ്ങനെ വരണം? അവരെ അംഗീകരിച്ചു കൊണ്ടുവരണം. പേരോട് പറയാണ്, എനിക്ക് സയ്യിദ് യഹ്യൽ ബുഖാരി തങ്ങളെ കാണണം, നമ്മുടെ ആത്മീയ നേതാവായി ഞാൻ കാണുന്നു അവരുകളെ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാ? വന്നോളൂ എന്ന് പറയാ. ഇത് പറയണം, ആത്മീയ നേതാവായി അംഗീകരിച്ചു വരണം. ആത്മീയ നേതാവായി അംഗീകരിച്ചാൽ പിന്നെ തങ്ങൾ പറയുന്നതാണോ ഓല് കേൾക്കണ്ടേ? അപ്പോ ഈ യഹിയൽ ബുഖാരി തങ്ങളെ ആത്മീയ നേതാവായി അംഗീകരിച്ചുകൊണ്ടാണ് ഈ മുസ്തഫ മൗലവി എന്ന് പറയുന്ന ആള് ഈ മടവൂർ കോട്ടയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പം പറഞ്ഞതിന്റെ ആകത്തുക അല്ലെ. ഇവിടെ പേരോട് ഉസ്താദിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ പേരോട് ഉസ്താദിനെ കുറിച്ച് വളരെ മോശപ്പെട്ട രീതിയിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പോ പേരോടിന് വരെ വേണമെങ്കിൽ വരാം, യഹ്യൽ ബുഖാരി തങ്ങളെ അംഗീകരിക്കണം, എന്നിട്ട് അങ്ങനെ പറയണം. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടാണ് ഇയാൾ അവിടെ എത്തിയത് എന്നാണ് ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ബാക്കി പറയും എന്റെ കുട്ടി. അങ്ങനെ ഒരാൾ അംഗീകരിച്ച് വരാൻ നിന്നാൽ എന്തിന് പേരോടിനെ എടുക്കണ്? പേരോടിന്റെ മൂത്താപ്പായ ഇബ്ലീസ് വരെ നന്നാകാന്നല്ലേ നമ്മൾ ഈ പറഞ്ഞുകൊടുക്കുന്നത്. ഇവിടെ നമ്മളെ വിഷയം തന്നെ ഇപ്പൊ അതല്ലേ, ആർക്കും നന്നാകാൻ. ഇപ്പൊ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എല്ലാ ദിവസവും തെറി പറയുന്ന ആളാണ് ദിഹിയത്തുൽ കൽബി. എന്നും തെറിയ മൂപ്പർ പറയലുള്ളൂ. ഒരിക്കൽ മൂപ്പർക്ക് തോന്നി മദീനത്തൊന്ന് പോകണം, പരീക്ഷിക്കാനാ വരുന്നത്, ഇന്നലെ വന്ന പോലെയും കൂടിയല്ല. അപ്പൊ ദിഹിയത്തുൽ കൽബിനെ സ്വീകരിക്കുകയാണ്, പറഞ്ഞു കൊടുക്കുകയാണ് മുഹമ്മദ് റസൂലുള്ളാഹ്. അപ്പൊ പേരോട് വരാറാ ഞങ്ങൾ എന്താ ചെയ്യാ? ഇന്നലെ ഒരുപാട് ഏപ്പിക്കാർ ഇന്നലെ ഉണ്ട് അവിടെ. അപ്പൊ ഒന്നോന്നറിയും, അംഗീകരിച്ചുകൊണ്ട് വരണം. അംഗീകരിച്ചുകൊണ്ട് വന്നാൽ തങ്ങൾ കാണും, സ്വീകരിക്കും, ഒറ്റക്ക് സംസാരിക്കും. അപ്പോ പറഞ്ഞു കൊടുക്കും, മോനെ ഒരുപാട് പേച്ച വാദം എനിക്ക് ഉണ്ട് കേട്ടോ, നേരെ മുതലുള്ള വാദം എണ്ണിക്കൊടുക്കും. ഇതൊക്കെ തിരുത്താൻ തയ്യാറായാലേ എന്റെ കൂടെ നിൽക്കാൻ പറ്റുള്ളൂ. തയ്യാറാണെന്ന് പറഞ്ഞാൽ അയാൾ നമ്മൾ മജ്‌ലിസിൽ. ഈ CH മുസ്തഫ മൗലവി എന്ന് പറഞ്ഞ ആളിപ്പോ ഇതൊക്കെ തിരുത്താന്നുള്ളത് സംഭവിച്ചിട്ടുണ്ടാവും അല്ലെ നൗഷാദേ? അല്ലെ, അയാള് പറഞ്ഞ കുറേ വാദങ്ങളുണ്ട്. അതിൽ ചിലതാണ് ഞാൻ കുറച്ച് മുന്നേ ഒരു വീഡിയോ എടുത്ത് ഞാൻ കേൾപ്പിച്ചു അല്ലെ. അത് മാത്രമേ കണ്ട കുറേ വാദങ്ങളുണ്ട്. ഇതൊക്കെ തിരുത്താന്ന് വാക്ക് തന്നിക്കണു അല്ലെ. അവിടെ വാക്ക് നിൽക്കണല്ലോ അല്ലെ, വാക്ക് തന്നിട്ടുണ്ടാവും. അതുകൊണ്ടാണല്ലോ ചെയ്യാതി വർത്തമാനം പറഞ്ഞു. ഇപ്പൊ ഓരോന്ന് ന്യായീകരിച്ചാണ്ട് കുടുങ്ങാണല്ലോ അല്ലെ. എന്തായാലും അയാളിത് കേൾക്കണ്ട. അയാളിത് കേട്ടാൽ എന്റെ ഈ പ്രസംഗം അയാൾ കേട്ടാലും അടുക്കള മറുപടിയാണ് തരും, അത് ഉറപ്പാണ്. ആ കാര്യത്തിന് വെച്ചാൽ അതൊരു സംശയമില്ല. ഇജ്ജ് അയാളെ കുറിച്ച് നോണറിയണം എനിക്ക് തോന്നുന്നത്. കാരണം എന്റെ ഈ പ്രസംഗം സംസാരം കേട്ടിട്ട് അത് അവൾക്ക് തൂക്കം. സംഭവം അയാളെ ക്ഷണിച്ചതേക്കാരം, അങ്ങനെ അയാൾ വന്നത്. കാരണം എനിക്ക് തോന്നുന്നത് എന്റെ പരമായിട്ടുള്ള സംശയമാണ്. ഞാൻ എന്താന്നുള്ളത് നമ്മൾ അയാൾ മറുപടി പറയുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. സ്വാഭാവികം തൗബ ചെയ്യാനുള്ള സ്ഥലല്ലേ എന്ന് മശായിഖിന്റെ അതിർത്ത്. അപ്പോ സയ്യിദ് യഹ്യൽ ബുഖാരി തങ്ങളെ ആത്മീയ നേതാവായി അംഗീകരിച്ചുകൊണ്ട് വരാൻ വേണ്ടി സമ്മതം ചോദിക്കുന്നു, സമ്മതം കൊടുക്കുന്നു. അത് തന്നെ തങ്ങളെ മുമ്പിൽ വന്ന് അദ്ദേഹം അംഗീകരിച്ചു കൊടുക്കുന്നു. തങ്ങൾ അവിടെ കൃത്യമായി മജ്‌ലിസിന് മുമ്പിൽ ഇരുന്നപ്പോ, മജ്‌ലിസ് നടക്കുന്നതിന് മുമ്പ് തങ്ങൾ ഇരുന്നല്ലോ, കൃത്യമായി ഓരോ ഹദീസുകൾ എടുത്തുകൊണ്ട് തന്നെ പഠിപ്പിക്കാൻ ഞങ്ങളെല്ലാവരും ഉണ്ട്. ഈ ഹദീസിൽ വിശ്വസിക്കണട്ടോ, ഇത് വിശ്വസിക്കാത്തവൻ കാഫിറാണ്. നിങ്ങൾ അയാൾക്ക് പറയുന്ന കുറ്റണ്ടല്ലോ, അതൊക്കെ കൃത്യമായി തങ്ങൾ വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട്. തങ്ങൾ അംഗീകരിക്കുന്നു എന്ന് മാത്രമല്ല, അത് കാണിക്കണം എന്നുമായി തങ്ങൾ. എങ്ങനെ കാണിക്കല്? ഷാദുൽ ഖാത്തീബിന്റെ മജ്‌ലിസിലിരിക്കണം. നിങ്ങൾ തബ്ലീഗ് ജമാഅത്തിന്റെ ആൾക്കാർ വന്നപ്പോ എന്താ ഇത്? അവിടെ ഒരു ഷാദുലി നടത്താൻ കഴിഞ്ഞു. ഷാദുലി ഇങ്ങനെ നടത്താൻ കഴിയില്ല, എന്നിട്ടല്ലേ ഓല കൂട്ടി നടത്തല്. അപ്പൊ ഇനിയിപ്പോ തബ്ലീഗുകാർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇന്നലെ വലിയ വിവാദം ഉണ്ടാക്കിയത് പേര്. ഇപ്പൊ വൈകുന്നേരം ആയപ്പോഴേക്കും മറ്റു ചെങ്ങായി അവിടെ ചെന്നു.
അപ്പൊ പിന്നെ അത് അയിമോട് കുടിക്കിയതാണ് ഇപ്പൊ. ചിലപ്പോൾ അതിനെ കുറിച്ച് അങ്ങോട്ട് വലിയത് പറയാൻ കിട്ടണില്ല. അപ്പൊ എന്തിനേക്കാരം മർക്കസിൽ വന്നിട്ടുണ്ടാവുക, എന്തിനേക്കാരം ഒരു കാന്തപുരം ഉസ്താദിനെ കാണാൻ വന്നിട്ടുണ്ടാവുക? ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ കൂടെ തന്നെ പ്രവർത്തകരോട് പറഞ്ഞു എന്തിനായിരിക്കും വന്നിട്ടുണ്ടാവുക എന്നുള്ളത്. അപ്പൊ അവിടെ നൗഷാദ് ഉത്തരം മുട്ടിയതാണ്. ഇതിപ്പോ പറഞ്ഞോക്കാണ് ഇവൻ ചെയ്യുന്നത്. അപ്പൊ തങ്ങളെ അംഗീകരിച്ചുകൊണ്ട് ഒരാൾ വരുന്നു, ആ ആള് ഷാദുൽ റാത്തീബിൽ പങ്കെടുക്കുന്നു. ഇനി മറ്റു വിഷയങ്ങളൊക്കെ നമുക്ക് തമ്മിൽ ഇരുന്നിട്ട് ചർച്ച ചെയ്ത് വേണ്ട രൂപത്തിൽ ചെയ്യാം എന്ന് പറയുന്നു. അങ്ങനെ ഒരാൾ വരുമ്പോ ആ ആള് നമ്മൾ പരിഗണിച്ചിരുത്തും, തീർച്ചയാണ്. പ്രത്യേകിച്ച് മടവൂർ കോട്ട പോലെയുള്ള ഒരു സ്ഥലത്ത് അങ്ങനെ വന്നു. ഇനി അവരെന്താ ചെയ്യുന്നത് അത് നമ്മൾ നോക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒറ്റ വഴിയേ വിടുള്ളൂ. അത് കൂടുതൽ വിശദീകരിക്കേണ്ട ഒരു കാര്യമില്ല. ഞങ്ങളുടെ റൂട്ട് ശംസുൽ ഉലമയുടെ റൂട്ട്, ശംസുൽ ഉലമയുടെ വഴി. ശംസുൽ ഉലമ എന്തെല്ലാം കാര്യങ്ങൾ അംഗീകരിച്ചുവോ അത് ഞങ്ങൾ അംഗീകരിക്കുന്നു. ശംസുൽ ഉലമയുടെ റൂട്ട് അത്രപ്പോ ഇതുവരെ കോമാട്ടി അബ്ദുല്ലാത്ത റൂട്ടിലായിരുന്നു ഇപ്പോൾ ഉണ്ടായിരുന്നത്. ആ മഷായിക്ക് പറഞ്ഞതായിരുന്നു പറഞ്ഞത്. ഇപ്പൊ ശംസുൽ ഉലമക്കട് ചാടിയത്. ഇതുവരെ മഷായിക്ക് ഞങ്ങൾ പറഞ്ഞത് ആനയാക്കും തോട്ടിയാക്കും എന്നൊക്കെ പറഞ്ഞ ആളായിരുന്നു ഇപ്പത്. എന്തായാലും കുറച്ചും കൂടി പറയും. വഴി ശംസുൽ ഉലമ എന്തെല്ലാം കാര്യങ്ങൾ അംഗീകരിച്ചുവോ അത് ഞങ്ങൾ അംഗീകരിക്കുന്നു. ശംസുൽ ഉലമ എന്തെല്ലാം കാര്യങ്ങൾ പാടില്ല എന്ന് പറഞ്ഞു അത് ഞങ്ങൾ തള്ളിക്കളയുന്നു. അത്ര ഇതാണ് ഞങ്ങളുടെ നിലപാട്. അപ്പൊ അതിനപ്പുറം അങ്ങനെയാണെങ്കിൽ ശംസുൽ ഉലമ ആട്ടിയ ഒരാളുണ്ടായിരുന്നു. ആരാള്? മീനങ്ങാടി സുലൈമാൻ. എനിക്ക് ഞാൻ മുമ്പ് വീഡിയോയിലൊക്കെ അത് ക്ലിപ്പടക്കം ഇട്ടിട്ടുണ്ട്. ശംസുൽ ഉലമ വടിയെടുത്ത് ആട്ടിയ ഒരാളുണ്ട്, മീനങ്ങാടി സുലൈമാൻ. കേൾക്കണം അതിന്റെ ചരിത്രം. ആ കുട്ടിയസ് എന്തായാലും പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ കണ്ണിട്ട് നേരിട്ട് കണ്ടാണെന്ന് പറഞ്ഞത്. അയാളെ അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ അതെ മീനങ്ങാടി സുലൈമാനെ ഓൻ ആന കള്ളനാണെന്ന് പറഞ്ഞത്. എന്നിട്ട് ഇതാണ് ഈ ശംസുൽ ഉലമന്റെ മഹത്വം പറഞ്ഞുകൊണ്ട് വരുന്നത്. ഭരണ മറുപടി പറയും. ഇത് മുണ്ടൂല ഞങ്ങൾക്ക് സാധാരണക്കാർക്കെതിരെ, ഇത് മുണ്ടൂല. ഇതിന് ഇത്തിരി കുടിച്ചു ആ ഒരു വാദം മുസ്തഫ മൗലവിക്കുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ല, ഒരു ബന്ധവുമില്ല. അങ്ങനെയുള്ള പേരോന്റെ വാദം മുതൽ അപ്പൊ നന്നാക്കിയ ആൾക്ക് അതിലും വലിയ ബന്ധമുണ്ടെങ്കിൽ ഞങ്ങളായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ തോപ ചെല്ലിപ്പിച്ചാലോ. പിന്നെന്താ എന്റെ മശായിക്കിനോട് ഇടപെടാന്ന് പറഞ്ഞാൽ അതില് ഓനെ നന്നാക്കി നിർത്താൻ വേണ്ടിയിട്ട് ഇച്ചല്ലേ ഇബിലിസിനെ നന്നാക്കാൻ വേണ്ടി നോക്കുന്ന ആളല്ലേ. അപ്പൊ എന്റെ ഈ കാലഘട്ടത്തിന്റെ മശായിക്കിനോട് പറയും ഒരു ഇടപെടൽ നടത്തിയിട്ട് ചെങ്ങനെ നന്നാക്കി നിർത്താൻ. ഇതിനടുക്ക് പറ്റുമോ? അതിനടുക്ക് പറ്റൂല. പിന്നെ എന്ത് ഇതിനാ വർത്താനം പറഞ്ഞിട്ട് നടക്കുന്നത്? ഇങ്ങനെയുള്ള ഒരു സംഭവമായും സാവിയത്ത് സൂഫിയക്ക് ഒരു ബന്ധമില്ല. ഇപ്പൊ അങ്ങനെയായോ? ശരി, ഇപ്പൊ ഇതൊക്കെ പറഞ്ഞിട്ട് ആളെ നന്നാക്കി പറഞ്ഞു. ഇനിയിപ്പോ ഇതൊക്കെ ഉള്ള ആളാണെങ്കിൽ അത് അങ്ങനെ ആയിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് ആയിട്ട് ബന്ധമില്ല. ഇതൊക്കെ എന്ത് വർത്താനാടോ? എനിക്ക് നാളെ ഇബിലിസിനെ നേരാക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് കുടുങ്ങിപ്പോയത് അതേ വർത്താനം പറ്റി പറയുന്നത്. ഞങ്ങളെ ആ സദസ്സിക്ക് ഇയാൾ വന്നു. എന്നിട്ട് പിന്നെ ഈ അൽ ബുഹാരി എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു, നന്നാവണമെന്ന് പറഞ്ഞു കൊടുത്തു. അദ്ദേഹം അതൊക്കെ അംഗീകരിച്ചു, അദ്ദേഹം തൗബ ചെയ്തു, അദ്ദേഹം നന്നായി, ഇതൊക്കെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞ് അദ്ദേഹം അങ്ങനെ അല്ലേന്ന് നോക്കട്ടെ, എല്ലാ എന്നുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ല. അങ്ങനെ ആൾക്കാരെ ഇപ്പൊ എന്റെ കോമാടത്തിനെ പറയുന്നത് അത്തരത്തിലുള്ള ആൾക്കാരെ ഞങ്ങൾക്ക് മുന്നേ തന്നെ അറിയാം. അദ്ദേഹത്തിന്റെ നോട്ടം ഇപ്പോഴത്തെ മഷായിക്കന്മാർക്ക് അറിയാൻ പറ്റും. അപ്പൊ എന്തുകൊണ്ട് എന്ത് ചെയ്യാ എന്റെ ഈ ആൾക്ക് അറിയാൻ പറ്റിയില്ല? അങ്ങനെ കേടയിരുന്നുള്ള ആളാണെങ്കിൽ പിന്നെ കേടേരാണെങ്കിൽ അറിയണമല്ലോ. ആർക്ക് ഏഹിൽബുഹാരിക്ക് അറിയണം, കോമാട്ട് ചാലിൽ അബ്ദുള്ളക്ക് അറിയണം. ഇനി ഞാൻ വേറൊരു ക്ലിപ്പ് കേൾക്കും കേട്ടോ. ഇവന്റെ ഇപ്പൊ തൽക്കാലം അവിടെ നിൽക്കട്ടെ. നീ മുറാദായ മുരീദാക്. നന്നെ ആദ്യ കാഴ്ച കണ്ട കാഴ്ചയിൽ അത് ആലമുൻ നുബദയിൽ നിന്നാകട്ടെ, ആലമുൻ നൂനിൽ നിന്നാകട്ടെ, ആലമുൽ അർവാഹിൽ നിന്നാകട്ടെ, ആലമു ദുനിയയിൽ നിന്നാകട്ടെ, ആലമുൽ മലക്കൂത്ത് ജബറൂത്ത് നാസൂത്തിന് എന്തെല്ലാം ഹലാക്കുണ്ട്, ഏതെല്ലാം ആലമെന്നാകട്ടെ, ഓലെ സംബന്ധിച്ചിടത്തോളം ഒന്ന് കഴിയാനോ ഒന്ന് കഴിഞ്ഞതോ അങ്ങനൊന്നുമില്ല. അവരെപ്പോഴും ആലമിലാണുള്ളത്. എവിടെ നിന്നാണോ എന്നെ ആദ്യ കാഴ്ച എൻ്റെ ഷെയ്ഖിൽ കാണുന്നത്, ആ കാഴ്ചയിൽ അവർ എന്നെ ഉദ്ദേശിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ലാത്തുതിരിക്കുല്ല ബുസ്വാർ. അവർ കണ്ട കാഴ്ച എന്താണെന്ന് എനിക്ക് ഇതറാക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചോദിക്കാനുള്ള എന്താ അറിയോ? ഇപ്പൊ ഈ CH മുസ്തഫ മൗലവിയെ പിന്നെ ആദ്യമായിട്ട് അൽ ബുഹാരി കണ്ടു അങ്ങനെ നമ്മൾ കുട്ടികൾ കണ്ടില്ലേ? അപ്പൊ മൂപ്പരെ മുൻ പ്രവർത്തനങ്ങളൊക്കെ മൂപ്പർക്ക് മനസ്സിലാവും ചെയ്തു, മൂപ്പരെ നന്നാക്കുകയും ചെയ്തു അല്ലെ? ഇപ്പൊ നന്നാക്കിയില്ലേ? അപ്പൊ അയാൾ കേടേരൂലെന്ന് ഇനി ഉറപ്പല്ലേ? ഇനി പയർ കൂട്ടിക്കൊന്നും തിരിച്ചു പോകില്ലാന്ന് ഉറപ്പാണല്ലോ അല്ലെ? പറഞ്ഞ സ്ഥിതിക്ക് കോമാട്ടിച്ചാൽ അബ്ദുള്ള പറഞ്ഞ രീതിയാണെങ്കിൽ അങ്ങനെ സംഭവിക്കണം. വേണ്ട ചോദിച്ചാൽ വേണ്ടേ? പാണടാ അങ്ങനെ വേണം അല്ലെ? അല്ലെങ്കിൽ അത് അംഗീകരിക്കാൻ കഴിയില്ലല്ലോ. ഓരോന്ന് സദസ്സിലേക്ക് വന്നിട്ടില്ല എന്ന് മനസ്സിലാക്കിയവരൊക്കെ പൊട്ടന്മാരാ. അൽ ബുഖാരി തങ്ങളില്ലാത്തൊരു സദസ്സ് ലോകത്ത് തന്നെ ഷാദുലി നടക്കണില്ല. ഇപ്പൊ കേട്ടങ്ങള് ആൾക്കാരവിടെ തെക്കുവീരായിരുന്നു കേട്ടോ. ഇതിപ്പോ എന്താ വിഷയം നിങ്ങള്? യഹിയൽ ബുഹാരി തങ്ങള് അവിടെ ഇല്ലാന്നാണ് ഇപ്പൊ മൂപ്പര് പറയുന്നത്. നൗഷാദ് നേരത്തെ പറഞ്ഞ തുടക്കത്തിലുണ്ടായിരുന്നു. അപ്പോൾ എണീറ്റ് പോയിട്ടുണ്ടാവും. അപ്പൊ അവിടെ യഹിയൽ ബുഹാരി തങ്ങൾ ഇല്ല എന്ന് കരുതിയിരിക്കുന്ന ആൾക്കാർ പൊട്ടന്മാരാണ്. ഇപ്പൊ മൂപ്പര് അവിടുന്ന് പോയ സ്ഥിതിക്ക് അവിടെ ഉണ്ടെന്ന് കരുതണത്രേ. അപ്പൊ അവിടെ ഇല്ല എന്ന് കരുതിയിരിക്കുന്ന ആൾക്കാരൊക്കെ പൊട്ടന്മാരാണെന്നാണ് മൂപ്പര് പറയുന്നത്. ഇനിയിപ്പോ അവിടെ മാത്രമല്ല, ലോകത്തെ എവിടെയൊക്കെ ഷാദുൽ റാത്തീബ് നടക്കുന്നത് അവിടെ മുഴുവൻ യഹിയൽ ബുഹാരി ഉണ്ട് എന്ന് അവിടെ ഉള്ളവർ കരുതണം.
നോക്കാൻ നിങ്ങൾ ഈ കുരുവട്ടൂരികളുടെ ഒരു അവസ്ഥ. ഈ കോമാടം പറയുന്ന മുഴുവൻ വിശ്വസിച്ച് ആ രൂപത്തിൽ വിശ്വസിച്ചെടുക്കുന്ന കുറേ കൈതകളുണ്ട്. പിന്നെ മടവൂർ കോട്ടയിലെ ഷാദുലിയ ഹൽക്കൻ്റെ പറയേണ്ടിയില്ലല്ലോ. അപ്പോൾ ചിലവർക്കൊന്നും ഇങ്ങോട്ടൊരു ഉപ്പ് വിളിക്കുക, ചിലവർക്കൊന്നും ഇങ്ങോട്ട് ശരിയാകയ്യ. അത് നമ്മളെ ഉള്ളിലുള്ള കുഴപ്പമാണ്. മശായിഖന്മാരെ കുറിച്ച് നമ്മൾ കുടുസായി ഒരിക്കലും മനസ്സിലാക്കരുത്. വിശാലമായി വേണം അവരെ നമ്മൾ ഉൾക്കൊള്ളാൻ. അവർ നമ്മളിൽ നിന്നൊരിക്കലും വേറെയായി ഒരു ഷെയ്ഖിനെ നമ്മൾ കൊണ്ടു നടന്നിട്ട് കാര്യമില്ല. ഖൽബുൽ മുഅ്മിനി അർശുല്ലാഹ്, അള്ളാന്റെ റസൂൽ പറഞ്ഞതാണല്ലോ. കണ്ണ് നിറഞ്ഞ നമ്മൾ മഹാനവറുകളെ കണ്ട ഹദ്റയാണിത്, സദസ്സാണിത്. നോക്കി നിങ്ങൾ, ഈ കള്ള തുരികത്തുകാരുടെ ഒരു പ്രധാന പണിയാണിത്. എല്ലാവരും കൊണ്ടെന്ന് എത്തിക്കുക കൊടുക്കാരോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക്. അവിടേക്കാണ് ഒക്കെ കൊണ്ടെത്തിക്കുക. ഇത് കേൾക്കുന്ന സാധാരണക്കാരൻ കേൾക്കും, ഓ ഭയങ്കര ചരിത്രം പറയുന്നു, ഭയങ്കര സംഭവമാണ്. അപ്പം അവരുടെ ഇഷ്ടം എന്താണോ അത് നീ ആയിത്തീരൽ, അവരുദ്ദേശിക്കുന്നത് എന്താണോ അത് നീ ആയിത്തീരൽ. അതാണ് മുരീദ്. മുരീദ് എന്ന് പറഞ്ഞാൽ അയാൾക്ക് സ്വന്തമായി ഒന്നുമില്ല. അതാണ് മഹാന്മാര് പറഞ്ഞത്, കുൻ മുറാദഹു, അവരുദ്ദേശിച്ചത് നീ ആകും, അല്ലാതെ നീ ഉദ്ദേശിച്ചത് ഓലെ ആക്കി തരുമെന്ന് വിചാരിച്ചു പോകരുത്. അവരെന്താണോ എന്നെ കൊണ്ട് ഉദ്ദേശിച്ചത് നീ അതായി തീരുന്ന വസ്തുവാകണം, അല്ലാതെ നമ്മൾ തീരുമാനിക്കേണ്ടത് ആണ്ട്. അത് കാലാകാല വിചാരമായിട്ട് നടക്കലുണ്ടാവും, നമ്മളാളുടെ അടുത്ത് തന്നെ ഉണ്ടാവും. അതാണ് അൽ മുരീദുമൻ ലാ ഇറാദത ലഹു. മുരീദിന് കേട്ടില്ല പറയുന്നത്, മുരീദുമാർ എങ്ങനെ ആവണം എന്നുള്ളതാണ് കോമഡി ജാൽ അബ്ദുള്ള പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ ഷെയ്ഖ് എന്തോ പറയുന്നത് അതുപോലെ എന്തോ ആണ് മുരീദുമാര് അനുസരിക്കണത്. അവരെന്ത് പറഞ്ഞാലും അത് കേൾക്കണം, അതിനെതിരൊന്നും പറയരുത്. ഇനിയിപ്പോ സ്വർണം കക്കാൻ പറഞ്ഞാൽ അത് കക്കണം, കാലിന്റെ അടിയിൽ പോയിട്ട് നക്കാൻ പറഞ്ഞാൽ അത് നക്കണം. അതുപോലെ തന്നെ വേറെ എന്തൊക്കെ ചെയ്യാൻ പറ്റും, മൂത്രം കുടിക്കേണ്ടി വന്നാൽ അതും കുടിക്കണം. മൂത്രം കുടിക്കാന്ന് പറഞ്ഞാൽ വെറുതെ ഒരാൾ പറയുന്നുണ്ട്, ഒരു ചെങ്കായി. എന്നാണ് ഞാൻ ഇവരുടെ മുരീദിന്റെ വോയിസ് ക്ലിപ്പ് കേട്ടെ, അതിൽ പറയുന്നുണ്ട് ഞങ്ങൾ വണ്ടി വന്നാൽ ഞങ്ങൾ ഷെയ്ഖിന് മൂത്രം കുടിക്കുന്നത്. അപ്പൊ ഇതിനോട് പറഞ്ഞിട്ട് ഇതിട്ട് അതിനോട് ചോദിച്ചാണ് മൂത്രം കുടിക്കാം, ഷെയ്ഖ് എന്ത് പറഞ്ഞാൽ അനുസരിക്കാം. എന്നാണ് നൗഷാദിന്റെ ഒരു ഫത്വ കൊടുക്കണ്ടേ. അതെന്ത് സംഭവിച്ചാൽ അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കൾ കൂട്ടിക്കെട്ടിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആവശ്യപ്പെട്ടാൽ സ്വന്തം ഭാര്യയെ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിവാഹം ചെയ്ത് കൊടുക്കണം വരെ. അങ്ങനെ ഈ ചങ്ങായി പ്രസംഗിക്കണം. എന്തിനു വേണ്ടിയിട്ട് നിങ്ങൾ ഈ കോമാട്ടി ചാനൽ പിന്നീട് ആരെങ്കിലും ഇഷ്ടപ്പെട്ട് വരുമ്പോഴേ ഓനാ പറയുന്നത് പിന്നെ മറ്റുള്ളവരോട് കേട്ടിട്ട് നിങ്ങൾ ചെയ്ത് കൊടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട്. ഇപ്പൊ എന്ത് പറഞ്ഞാലും എന്ത് വേണം, കോമാട്ടി ചാനൽ അബ്ദുള്ളക്ക് കീഴ്പ്പെട്ട് കൊടുക്കണം എന്നാണ് ഇപ്പൊ ഈ പറഞ്ഞു വരുന്നത് ചോദിക്കുക. അപ്പൊ യഹീൽ ബുഹാരി പറഞ്ഞിട്ട്, യഹീൽ ബുഹാരി അതുപോലെ തന്നെ ഈ കോമാട്ടി ചാനൽ അബ്ദുള്ള, അവരൊക്കെ എന്തെങ്കിലും വലിയ മുറബിയായിട്ടുള്ള ഷെയ്ഖ് ഇപ്പോൾ. അപ്പൊ അവരെന്ത് വഴിപ്പെട്ടാലും അതൊക്കെ ചെയ്തു കൊടുക്കണം എന്നാണ് ഇപ്പൊ പറയുന്നത്. എല്ലാത്തൊരു അവസ്ഥ, ഈ കുരുവട്ടൂരിയാളെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ പച്ചറപ്പേ എന്തായാലും ഈ മുരീദ് നിന്ന് നമ്മളെ രക്ഷിച്ച പേരോട് ഉസ്താദ്, അതുപോലെ തന്നെ നമ്മളെ മഹാന്മാര് ആയിട്ടുള്ള ഉസ്താദുമാര്, ഇവരെ ദീർഘദൃഷ്ടി എത്ര ഉണ്ട് നോക്കുകയാണെങ്കിൽ സ്വന്തമായി ഒരു ഉദ്ദേശമില്ല. ഉദ്ദേശിക്കാൻ അറിയണ്ടേ? അപ്പൊ പിന്നെ അവൻ ഷെയ്ഖായി. എന്തെങ്കിലും തീരുമാനിക്കാൻ അറിഞ്ഞാൽ പിന്നെ അവൻ മുരീദല്ലല്ലോ, ഓന് യാതൊരു സംഭവം ഇല്ല. അതാണ് ആര്? സാലിക്ക്, മുരീദ്. കുൻ മുറാദഹു, അവരെ മുറാദായി തീരൂ. അതുകൊണ്ടാണ് മറ്റടുത്ത സ്ഥലത്ത് ഇമാം ഇബ്രാഹിം ദസൂഖി പറഞ്ഞത്, നീ മുറാദായ മുരീദാക്. ബാക്കി പറയട്ടെ. വഹുവ യുദ്രിക്കുൽ അബ്സാർ, അവൻ നോക്കേണ്ട പോലത്തിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ട്. വിനയതായി തീർന്നുകൊണ്ടിരിക്കുകയാ. ഈ എന്തോ ആകല്ലേ വിനയ തീരെ ചെയ്യാൻ, എന്തോ ആകാൻ ബാക്കി ഉണ്ടാവില്ല, എന്തോ ആകാൻ ഉണ്ടാവില്ല, നോക്കാം ഇല്ലാണ്ടാകുന്ന സ്ഥലം, എന്നിട്ട് എന്തോ ഉണ്ടാവില്ല. അപ്പോ ആ കൈതകളോട് അദ്ദേഹം പറയണോ കാണി ആവാം ഒന്നും ബാക്കി ഉണ്ടാവില്ല, അങ്ങനെ ആയിത്തീരുങ്ങളൊക്കെ. അപ്പോ ഈ മുരീദുകള് ഈ ഷെയ്ഖിന്റെ മുന്നിൽ അടിമപ്പെട്ട് അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തിട്ട് ഇവരെന്ത് ചെയ്യും, അങ്ങ് കീഴ്പ്പെട്ട് എല്ലാം നഷ്ടപ്പെട്ട് ഒറ്റ പാപ്പരായി ഒന്നുമല്ലാതമായി മാറും എന്ന് ആര് പറയാണ്? ഈ കോമാട്ടി ചാനൽ അബ്ദുള്ള ആർക്ക് പറഞ്ഞു കൊടുക്കാണ്? ഈ മുരീദന്മാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് ഈ കഴുതകൾക്ക്, ഈ മുന്നിൽ കുറെ കഴുതകളുണ്ടല്ലോ അവിടെ, അല്ലേ? അത് കഴുതകൾ തന്നെയാണ് യഥാർത്ഥത്തിലായിട്ടൊക്കെയാണ് കഴുതകൾ നടന്നത്, മനുഷ്യരൂപത്തിൽ ജനിച്ച കഴുതകൾ. എനിക്കത് മനസ്സിലാവില്ല, അത് കഴുതകളായതുകൊണ്ടാണ്. അത് ഈ ഇവനാക്കിയെടുത്താണ് ഈ കോമാട്ടി ചാനൽ അബ്ദുള്ളാന്റെ വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ രീതിയിലാവും കഴുതകളാവും എന്ന് പറയുന്നത് വെറുതെ അല്ലാതെ അങ്ങനെ ആയിക്കൊണ്ടിരിക്കുക.